തിരുവോണ ദിനത്തിൽ ഫ്ലവേഴ്സ് നമ്പർ 1 TV ചാനൽ പ്രേക്ഷകർക്ക് നന്ദി. സ്വരമാധുരിയുടെ വസന്തവുമായി നമ്മുടെ സ്വന്തം ആവണിക്കുട്ടി എത്തുന്നു. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. അതാ ഒരു പഞ്ചാബി ഗേളിന് പോലെയല്ലേ? അതിന്റെ എന്തോ പ്രത്യേകത ഉണ്ട്. എന്റെ പെർഫോമൻസ് റൗണ്ട് ആണോ? ഡാൻസ് ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഏത് പാട്ടാ? ചംചം. എന്താ ചംചം? പാട്ടിന്റെ മല്ലു സിംഗിനകത്ത് അറിയാം. ചമക്ക് ചം അത് രഞ്ജേട്ടന്റെ പാട്ടല്ലേ? അപ്പൊ കുറച്ചുകൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. എക്സ്പ്രഷൻ ഒക്കെ വരണം കേട്ടോ. ആ അറിയാലോ, എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ മാസ്റ്ററാ അല്ലേ വരുന്നു. അവിടെ തകർക്കും. എന്നാലും പഠിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആവണിക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. സുന്ദരി കുട്ടി. താങ്ക് യു.
മണിക്കുട്ടി, എന്തോ നല്ല ചന്തം ഉണ്ടായിരുന്നു. താങ്ക് യു. എല്ലാം മോളും കൂടെയുള്ള ഡാൻസ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ മോള് ഇപ്പോൾ കണ്ണ് ഷെയ്ഡ് ഇട്ട് ഒറിജിനൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഈ കോസ്റ്റ്യൂമിന്റെ ഒരു ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തതാണോ എന്ന് വിചാരിച്ചു. ഇല്ല, വെരി ഗുഡ്. അപ്പം ഇന്നെല്ലാം ഒത്തു വന്നു. പിന്നെ നല്ല രസമായിരുന്നു. എനിക്ക് അങ്കിള് തോന്നിയത്, എനിക്ക് എൻ്റെ സീൻ ഓർമ്മയില്ല, പക്ഷേ നമ്മൾ ഈ എന്താ പറയുക, പഞ്ചാബിലൊക്കെ ചില ഗോതമ്പ് പാടത്ത് അത് നായികയും നായികയുടെ തൊഴിമാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഡാൻസ് സീക്വൻസ്, അതാണ് നമ്മുടെ മനസ്സിൽ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നല്ല രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ആ ചരണത്തിന്റെ 2 ചരണത്തിന്റെ എൻ്റെ ഉള്ള സംഗതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രസമായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോള്. സംഗതികളെല്ലാം തന്നെ മിക്കവാറും പെർഫെക്റ്റ് ആയിട്ട് വന്നു. ചെറിയ സ്ലിപ്സ് ഒക്കെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സോങ് ആണ്. പിന്നെ വളരെ ബുദ്ധിപൂർവം ഡാൻസ് സ്റ്റെപ്പൊക്കെ മോള് പാട്ടിന്റെ സമയത്ത് അധികം ചെയ്തിട്ടില്ല. അയാലും നന്നായത്, കാരണം പാട്ടിൽ അത്യാവശ്യം സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ ജഡ്ജ് ജയചന്ദ്രൻ അങ്കിളുടെ പാട്ടാണ്, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് വളരെ വളരെ ടാലന്റഡ് ആയിട്ടൊരു സിംഗറായിട്ടാണ് എനിക്ക് തോന്നിയത് ആവണിക്ക് ഇഷ്ടമുള്ളത് പാടാൻ ഇഷ്ടമുള്ളത് ഫാസ്റ്റ് സോങ് ആണോ മെലഡി ആണല്ലേ? രണ്ടും ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഇതൊരു ഫാസ്റ്റ് മെലഡി എന്ന് വേണമെങ്കിൽ പറയാം. ജയചന്ദ്രന്റെ ഒരു കോമ്പോസിഷൻ, ലോട്ട് ഓഫ് മ്യൂസിക്കൽ എലിമെന്റ്സ്. ശ്രേയ ഘോഷാൽ പാടിയിരിക്കുന്നത് ഭയങ്കരമാണ്. ബട്ട് യു ആക്ച്വലി ഡിഡ് സോ വെൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം വളരെ ആ ലേണിംഗ്, ആ പാട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്, വളരെ സിൻസിയറായിട്ട് പഠിച്ച് എല്ലാം ഒരു 90% യു എക്സിക്യൂട്ടഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ആൻഡ് വളരെ എനർജറ്റിക് ആയിട്ട് ഒരു പാട്ട് ആണെങ്കിലും ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഈ പാടാൻ. സ്റ്റേജിൽ ലൈവായിട്ട് പാടുന്നത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. അത് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ യു ഡിഡ് ഓൾ ക്രെഡിറ്റ് ടു യു. യു ഡിഡ് റിയലി വെൽ. എനിക്ക് ഈ ചിരിയില്ലേ, എനിക്ക് വലിയ ഇഷ്ടമായി. ഈ ചിരി അവസാനത്തെ പല്ലവിയിലേ വന്നുള്ളൂ. ആദ്യത്തെ പല്ലവിയിൽ ചിരിക്കാൻ നോക്കി, പക്ഷെ ആ ടെൻഷൻ കാരണം ചിരിക്കാൻ പറ്റുന്നില്ല. സോ ലൈക്ക് ബട്ട് ഇൻ ദി എൻഡ് യു ആർ ലൈക്ക് യു നോ എൻ എലിമെന്റ്. അവസാനത്തെ പല്ലവി എല്ലാവർക്കും അത് തന്നെ. അപ്പം ഞാനും സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ പല്ലവിയൊക്കെ പോവും, എല്ലാം പോവും. പിന്നെ അവസാനം ചിലപ്പോൾ കറക്റ്റായിട്ട് വരും. ബട്ട് യു ആക്ച്വലി ഡിഡ് സോ വെൽ ഫ്രം ദ ചരണം. അവസാനത്തെ പല്ലവി വരുമ്പോൾ യു ആർ സോ റിലാക്സ്ഡ്, ഭയങ്കര ഹാപ്പി ആയിട്ട് പാടി. അതാണ്, ദാറ്റ് ഇസ് ദി ഓവറോൾ മൂഡ് ഓഫ് ദ സോങ്. അപ്പോൾ അത് ആദ്യം തൊട്ട് ആ ചിരി വന്നിരുന്നെങ്കിലല്ല, ആ ഫീൽ കുറച്ചും കൂടി ഹാപ്പി ഫീൽ ആയതല്ല. സോ ബട്ട് ദാറ്റ്സ് ഓക്കെ. യു ആർ സിംഗിങ് ബിഫോർ ദ കമ്പോസർ ഓഫ് ദ സോങ്. ഹി നോസ് ദറ്റ് സോങ് ഇൻസൈഡ് ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ നമുക്ക്, ആർക്കായാലും അതൊരു ടെൻഷൻ തന്നെയാണ്. ഒറിജിനൽ കമ്പോസർ ഇവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഹു ഹാസ് സങ് ദിസ്, ദ ക്വീൻ ഓഫ് മെലഡീസ്, ഇന്നത്തെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം, ശ്രേയ ഘോഷാൽ. സോ ഷീ ഹാസ് സങ് ദിസ് സോങ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് അവണി യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. ദാറ്റ് മച്ച് ഐ നോ. ഐ എൻജോയ്. അവനിക്കുട്ടി, എന്തോ നല്ല പാട്ടാണ് കേട്ടോ. പാട്ട് സെലക്ഷൻ ഉഗ്രനാ. പക്ഷെ ഒറ്റയ്ക്ക് പാടണമെങ്കിൽ ഈ പാട്ട് കുറെ ഗാനമേളയിൽ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും അവിടെ പാടുമ്പോൾ ചിലപ്പോൾ ഇത് ഓവർലാപ്സ് അല്ലേ, ഈ സംഗതി കഴിഞ്ഞിട്ട് പാട്ട് പെട്ടെന്ന് വരും, പിന്നെ കോറസ് ഉണ്ട്, അതിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഇടയ്ക്ക് ഇത് ഒരുപാട് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിൽ. അത് എനിക്ക് അല്ലേ, അത് വളരെ ഡിഫിക്കൾട്ടാ. അത് നേരിട്ട് ലൈവായിട്ട് പാടുമ്പോൾ നമുക്ക് അങ്ങനെ ടോപ്പ് ഓഫ് ദ ഗെയിമിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ 85% അതിനെ ഒന്ന് ഫലിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി. അത് പക്ഷെ കുറേ കാര്യങ്ങൾ അത് വളരെ ഡിഫിക്കൾട്ടാണ്. നമ്മൾ ട്രൈ ചെയ്താലും ഇതിൽ വളരെ ബുദ്ധിമുട്ടായി ഈ പാട്ടിൽ. കുഴപ്പമില്ല, എന്നാലും ഒരു പെർഫോമൻസ് റൗണ്ടിൽ നമുക്ക് കുറച്ച് പെർഫോമൻസും ചെയ്യണം, അതൊക്കെ ഉണ്ടല്ലോ. സോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊന്ന് ഒരു വളരെ ചാലഞ്ചിങ് സോങ് എടുത്തു ആവണി. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണ്ടേ അല്ലേ. ഇപ്പൊ നമ്മൾ കൂടി ഒരുപാട് റൗണ്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയാമോ എന്തിന് ഇത്ര ഒരു ഡിഫിക്കൾട്ട് സോങ് എടുത്തു എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ് ട്രൈ ചെയ്യും അല്ലേ. പിന്നെ ആ സംവിധായകന്റെ മുമ്പിൽ തന്നെ ആ പാട്ട് പാടാൻ ആ ഒരു അവസരം കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ അത് ഒന്ന് ശ്രുതിന്റെ പ്രശ്നം ഉണ്ടായി,
അപ്പോൾ എടുക്കാൻ തന്നെ കുറച്ചൊന്ന് ലേറ്റായി ചില പിന്നെ സംഗതികൾ ഫുള്ളായിട്ട് ഡാൻസ് പാടി പിന്നെ ആടി പിന്നെ പാടി വരുമ്പോൾ കുറച്ച് ശ്വാസം മുട്ടി അത് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ പല സംഗതികളും മാജിക്കലായിരുന്നു. അതെനിക്ക് തോന്നി ഈ അവനിയുടെ വോയിസിൽ കൊള്ളാമല്ലോ ഈ സംഗതി, ഇങ്ങനത്തെ കൂടെ പാടാമല്ലോ എന്ന് അങ്ങനെ എനിക്ക് തോന്നി. അതെനിക്ക് വളരെ രസമുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ കൂടുതൽ ഇനി പറയാനാ ഞാൻ ഐ തിങ്ക് ഐ ആസ്ക് MJ ഏട്ടൻ ടു. പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഈ പാട്ട് വളരെയധികം എൻ്റെ ഹൃദയത്തിൽ ട്രഷർ ചെയ്യുന്ന കാര്യമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുദാസ് സാർ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ 1961. 1961 നവംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഹിസ്റ്ററി. അദ്ദേഹം 40 വർഷം തികഞ്ഞു 2001 സിനിമയിൽ പാടി തുടങ്ങിയിട്ട് 40 വർഷം തികഞ്ഞത് 2001 നവംബറിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ ഒരു പാട്ടാണ് റെക്കോർഡ്. സൂപ്പർ. അത് കൺമഷി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ചക്കരമാവിൻ മുന്തിരിക്കുയിലല്ലേ ഈ പാട്ടാണ് റെക്കോർഡ് ചെയ്തത്. ദാറ്റ് വാസ് ഇൻ 2001. 2011 ആയപ്പോഴത്തേക്കും ഈ മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് 50 years തികയുന്ന വർഷമാണ്. അതും ഒരു നവംബർ ആ സമയത്താണ്. അപ്പോൾ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വർഷം അത് ഹിറ്റ് ചെയ്തത് ഈ പാട്ട് വെച്ച്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗന്ധർവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സംഗീത ചരിത്രത്തിൽ എനിക്ക് 2 ഇടങ്ങൾ എവിടെയോ ഭഗവാൻ തന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണാം. അതാണ് മാത്രമല്ല വേറൊരു പ്രത്യേകത, അദ്ദേഹം തിരുവനന്തപുരത്ത് ടാജിലാണ് ആ ദിവസം താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വണ്ടി ഓടിച്ച് അദ്ദേഹം ആ ഫ്രണ്ട് സീറ്റിൽ അദ്ദേഹം ഇരുന്ന് ഞാൻ ഡ്രൈവറായി. അങ്ങനെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനെ സ്റ്റുഡിയോയിലേക്ക് SS ഡിജിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ഇറക്കി നമ്മുടെ ഈ പാട്ട് പാടി. അപ്പോൾ തന്നെ രാവിലെ തന്നെ അദ്ദേഹം പഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ കുടച്ച് അദ്ദേഹം ചന്ദന കുറിയൊക്കെ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം. സോ ഈ മൊമെന്റ്സ് ഒക്കെ എൻ്റെ റെക്കോർഡിങ് മൊമെന്റ്സ് ഒക്കെ ഇപ്പൊ തന്നെ 8 വർഷം കഴിഞ്ഞു ഈ പാട്ട് വന്നിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയാമോ ആവണി, ഈ പാട്ടിൽ സംഗതികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള എംബലിഷ്മെന്റ്സോ ഒന്നും അല്ല ഇതിനകത്ത് പ്രധാനം. ഇതിനകത്ത് പ്രധാനം എന്ന് പറയുന്നത് സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷൻ ഇവിടെ അവിടെ എത്തും. പിന്നെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. ബിഗിനിങ്ങിൽ ആദ്യം തന്നെ ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഛം 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 എന്ന് പാടിയില്ലേ, അത് ആദ്യമേ ആവശ്യമില്ലല്ലോ. അത് കുറച്ചുകൂടെ മാറ്റർ ഓഫ് ഫാക്ട് ഛം ഛം ചമക്ക് ഛം ഛം നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം അതാണ് ആ മൂമെന്റ് ഉണ്ടല്ലോ. ആ മൂമെന്റ് താരാരി എന്നല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. എഫർട്ട്ലെസ് ഈസിൽ അത് പാടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രാക്ടീസ് നമ്മുടെ മകളുടെ കയ്യിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു മക്കളെ. ഏടാ സ്റ്റിൽ ഇറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ എന്തൊരു ചുണ്ടൻ കുട്ടിയാണ് അല്ലേ? ഏന്ന് സ്വന്തമായിട്ട് വിശ്വാസമില്ലേ ചുന്ദരി കുട്ടിയാണ്? അതുപോലെ ലഗത്ത എന്ന് പറയും. ലഗത ആണ്, ഡി ആണ്. അത് ആ പഞ്ചാബിയിൽ അങ്ങനെയാണ് ഫ്രേസ്. എനിക്ക് പഞ്ചാബി അറിയാവുന്നോണ്ടല്ല,
ഈ പാട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ മീനിങ് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? ലഗുത, നോട്ട് ലഗുത്ത. ലെഗ് താന്ന് പോലെ എന്താണത് ലെഗ് താ? എനിക്കിപ്പോ ഓർമ്മയില്ല. ഇപ്പൊ എന്നെ ചോദിച്ചാലും എനിക്ക് അറിഞ്ഞോളാം. ലഗുത. ഓക്കെ, അതാണ് കാര്യം. ഓക്കെ, റൈറ്റ്. എല്ലാരും കൂടെ ഡിസൈഡ് ചെയ്തത് you getting an A ultimate, which is really good. എല്ലാം നല്ലതാണ് കേട്ടാ ജീവിതത്തില്. ഡോണ്ട് വറി, നല്ലതും എടുക്കണം, ചീത്തയാണെങ്കിലും ഓക്കെ, എവറിഥിങ് ഇസ് ഗുഡ്. ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്, ഇൻ ദാറ്റ് സ്പിരിറ്റ്, ദെൻ യു നോ എവറിഥിങ് ഇസ്. ഈ 5 minutes നമ്മൾ പാടുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്. എപ്പോഴും അത് മാത്രം ആലോചിച്ചാൽ മതി. And that is your moment. You're the queen of the stage. So don't bother about anything else. Melody, പാടാൻ ഇഷ്ടമല്ലേ? You want to sing anything? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ, ഒരു ലോലമാ നറുതുള്ളിയായി, ഒരു ലോലമാ നറുതുള്ളിയായി, നിന്റെ നെറുകിലൊരുകുന്നതിൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞു നിൽക്കേ. നമ്മുടെ മീനൂട്ടിയുടെ ഇരട്ട പേരാണ് വെളുത്തുള്ളി. മീനൂട്ടി ഇന്ന് ഏത് ചോദ്യം? ഒന്നും ഇല്ലല്ലോ. വിജു അങ്കിളുടെ അടുത്ത് ചോദിക്കണം ചോദ്യം. എന്റെ തീർന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാനോ? ആ, ശ്രീനി അങ്കിളുടെ വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ. എന്റെ ചെളി കേൾക്കണേക്കാളും കൂവില്ല ഞാൻ, സത്യേറ്റും ഞാൻ കൂവും. ചോദിക്കണ്ട്, നമുക്ക് വയ്യ കൂവാ. എടാ, പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നും ഇല്ലല്ലോ. തലക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓഫീസ്. തലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓഫീസ്. ഹെഡ് ഓഫീസ്. ആ, അയ്യോ, so bad. വേറെ ഒന്നും ഇല്ലായിരുന്നു എന്റെ കയ്യില്. ഇതിലും ഭേദം ഞാൻ പറയാം. അതാ ഞാൻ ആർക്കും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ വേണ്ടായിരുന്നു. വേണ്ട. ശരി, ആ ശരി. അത് ആ ഒരു കൾച്ചർ ഇപ്പോഴും പോയിട്ടില്ലല്ലേ നമ്മുടെ നാട്ടിൽ. പൂക്കുറ്റിക്ക് മുമ്പേ ആയിട്ട് കഴിഞ്ഞ 5 സെഷൻസ് 5 റൗണ്ട്സിൽ ആവണിയുടെ മാർക്ക് എത്രയാണ് നോക്കാം. ആവണിക്ക് എന്ത് തോന്നുന്നു? നമുക്കും അത് തന്നെയാണ് തോന്നുന്നത്. കുഴപ്പമില്ല, യുവർ ഓക്കെ കേട്ടോ. 356 out of 5. ഓക്കെ. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നമ്മൾ പഠിക്കേണ്ട കാര്യം സംഗതിയോ മറ്റോ ഒന്നുമല്ല. നമ്മൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പാട്ടിലേക്ക് കയറാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ അതിനു മുമ്പേ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ പാട്ട് അനുഭവിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് പാടാൻ പറ്റും. സോ അത് നമ്മൾ മനസ്സിലാക്കി. ജയരാജന ആടി ഒരു വെളുത്തുള്ളി പൂക്കുറ്റി. Avani is awarded a ultimate. Thank you, sir. Today. Avani Kutti, all the best. Ta-ta.